ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് സ്നേക്ക് പ്ലാന്റ് ഇലകളിൽ നിന്നും പുതിയ തൈകൾ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സ്നേക്ക് പ്ലാന്റ് 2 ഇലകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നട്ടു കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ചെറിയൊരു പാത്രമാണ് എടുത്തേക്കുന്നത്. നമുക്കിത് പിടിച്ച് കഴിഞ്ഞിട്ട് നല്ല ചെടിച്ചട്ടിലേക്ക് മാറ്റി നടാം. അങ്ങനെ ഫൈനലി നമ്മൾ നട്ടു കൊടുത്ത സ്നേക്ക് പ്ലാന്റിൻ്റെ ഇലകളുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും പുതിയ തൈകൾ ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ പുതിയ തൈകൾ ഈ ഇലകളിൽ നിന്ന് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് 2 മാസമാണ് വേണ്ടി വന്നത്. പുതിയ തൈകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 2 മാസം എന്താ ചെയ്ത് കൊടുത്തതെന്ന് വെച്ചാൽ, ഇത് നട്ട് കൊടുത്തപ്പോൾ ഇതിൽ ആവശ്യത്തിന് മാത്രമാണ് വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഒത്തിരി വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഈ ഇലകൾ ചീഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അത് മാത്രമല്ല, ഇതിനെ നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് അധികം സൺലൈറ്റ് ഇല്ലാത്ത സ്ഥലത്തും കൂടി വേണം വെക്കാൻ. ഒത്തിരി സൺലൈറ്റ് ആയിക്കഴിഞ്ഞാൽ ആ ഒരു ലീവ്സൊക്കെ ഡാമേജ് ആയി പോകാൻ വേഗം ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചെടി പിടിച്ച് കിട്ടിയതുകൊണ്ട് നമുക്കിതിനെ പുതിയ ചെടിച്ചട്ടിലേക്ക് മാറ്റി നടാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെടിച്ചട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല വളവും മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനെ ഈ ഒരു ചെടിച്ചട്ടിലേക്കാണ് നടാൻ പോകുന്നത്. നന്നായിട്ട് വേരും അതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും, തൈയൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല വേരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മാറ്റി നട്ടാലും ആ ഒരു ചെടിച്ചട്ടിയിലും ഇത് വേഗത്തിൽ തന്നെ നല്ല തിക്കായിട്ട് വളർന്നു വന്നോളും. ഞാനിപ്പോൾ ഇതിനെ 2 ചെടിച്ചട്ടികളായിട്ടാണ് നട്ടു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു ചെടിച്ചട്ടിയിൽ 2 എണ്ണമാക്കി നടുകയും ചെയ്യാം. ഞാനിപ്പോൾ നട്ടു കൊടുക്കുമ്പോൾ നമ്മുടെ ചെടിച്ചട്ടിയിൽ ചെറുതായിട്ട് കുഴി കുഴിച്ചിട്ടാണ് നട്ടു കൊടുക്കുന്നത്. ഒത്തിരി താത്തി വെക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ ഒരു കുഴിയിലേക്ക് ഓരോ ഇലയായിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ നട്ടു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ പുതിയതായിട്ട് വന്ന ഇലകൾ അല്ലെങ്കിൽ അതിൻ്റെ വേരൊക്കെ ഡാമേജ് ആവാതെ വേണം അത് ചെടിച്ചട്ടിലേക്ക് നട്ടു കൊടുക്കാൻ. അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് നട്ടു കൊടുത്തിട്ടുണ്ട് പുതിയ പോട്ടിലേക്ക്. ഇതുപോലെ തന്നെ നമ്മൾ വേറൊരു പോട്ടും കൂടി ഫ്രീ ആക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കും ഇതേപോലെ തന്നെ ആ ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ ലീവ്സിനെ ഡാമേജ് ഒന്നും വരാതെ നമുക്ക് നട്ടു കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പ്ലാന്റിന് സിറ്റഡ് ഗാർഡനിലാണ് സെറ്റാക്കിയേക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമ്മുടെ വീടിനകത്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നോളും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിനെ വാട്ടറിങ് ചെയ്യുമ്പോൾ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്നേക്ക് പ്ലാന്റ് ഡിഫറെൻറ്റ് വെറൈറ്റീസിൻ്റെ ലീവ്സൊക്കെ കിട്ടുകയാണെങ്കിൽ പുതിയ തൈകൾ സിമ്പിളാക്കി നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. പുതിയ ചെടികളുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം.